എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം അധ്യായം 8 കൊല്ലവർഷം പാർട്ട് 21. പ്രാചീന റോമാക്കാരുടെ AUC അന്നോ അർബിസ് കോണ്ടിറ്റ് നഗര സ്ഥാപന വർഷം പോലെയോ മധ്യകാലത്തെയും ആധുനിക കാലത്തെയും യൂറോപ്പിലെ ക്രിസ്തുവർഷം പോലെയോ ക്രമമായ ഒരു വർഷഗണനാ സമ്പ്രദായം പ്രധാന സംഭവങ്ങളുടെ കാലം രേഖപ്പെടുത്താൻ BC 1-ാം ശതകം വരെ ഭാരതത്തിനുണ്ടായിരുന്നു എന്ന് പറയാൻ മതിയായ തെളിവില്ല. A.L. ബഷാമിൻ്റെ അഭിപ്രായമാണിത്. അദ്ദേഹം തുടരുന്നു, പുരാതന ശാസനങ്ങളിൽ അവയുടെ കാലം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ചെയ്തിരുന്നത് രാജാക്കന്മാരുടെ ഭരണവർഷം ഉപയോഗിച്ചായിരുന്നു. ഒരു ദീർഘമായ കാലഘട്ടം കൃത്യമായി ഇന്ന വർഷം തൊട്ട് ആരംഭിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്ന പതിവ് ഇവിടെ പ്രചരിക്കാൻ തുടങ്ങിയത് ഭാരതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയവരുടെ കാലം മുതലാണ്. അവരുടെ ശാസനങ്ങളാണ് ആ രീതിയിൽ കാലം പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ രേഖകളിൽ ഏറ്റവും പ്രാചീനം. ഐക്യരൂപമുള്ള ഒരു വർഷഗണനാ പദ്ധതി നിർഭാഗ്യവശാൽ ഭാരതീയർ സ്വീകരിച്ചിരുന്നില്ല. BC 1-ാം നൂറ്റാണ്ട് തൊട്ട് പല സമ്പ്രദായങ്ങളാണ് കാലം കണക്കാക്കാൻ ഇവിടെ സ്വീകരിച്ചു പോന്നത്. അങ്ങനെ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന പല പ്രാദേശിക വർഷങ്ങളിൽ ഒന്നാണ് AD 824-825 ആരംഭിച്ച കൊല്ലവർഷം. അതിനു മുൻപ് ഇന്ത്യയിൽ നടപ്പുണ്ടായിരുന്ന ചില വർഷങ്ങളാണ് സപ്തർഷി വർഷം BC 76 മുതൽ, വിക്രമവർഷം BC 56, ശകവർഷം AD 78, കലചൂരി വർഷം AD 248, ഗുപ്തവർഷം AD 320, ഹർഷവർഷം AD 606 തുടങ്ങിയവ. കൊല്ലവർഷത്തിൻ്റെ ഉത്ഭവം. കൊല്ലവർഷം നിലവിൽ വന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലും കാലഗണനയിലും ഒരു സുപ്രധാന സംഭവമാണ്. അത് പ്രചരിക്കുന്നതിന് മുൻപുണ്ടായിട്ടുള്ള ശാസനങ്ങളും മറ്റു രേഖകളും രാജവർഷമോ കലിവർഷമോ ശകവർഷമോ ആണ് സ്വീകരിച്ചിരുന്നത്. വേണാട്ടിലെ ശ്രീ വല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനമാണ് കൊല്ലം 149 കണ്ടുകിട്ടിയിടത്തോളം കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ രേഖ. ദക്ഷിണ കേരളം, മധുര, തിരുനെൽവേലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചിങ്ങം 1-ാം തീയതിയും ഉത്തര കേരളത്തിൽ കന്നി 1-ാം തീയതിയുമാണ് വർഷാരംഭമെന്നത് കൊല്ലവർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൊല്ലവർഷത്തിൻ്റെ ആഗമം എങ്ങനെ? ഈ ചോദ്യം കേരള ചരിത്രകാരന് ഒരു മഹാരഹസ്യത്തിൻ്റെ അന്തർനിഗൂഢതയാൽ ആവൃതമായ പ്രഹേളികയാണ്. ഈ പ്രശ്നത്തെ അധികരിച്ചുള്ള സുദീർഘമായ ചർച്ചകളിൽ പല പണ്ഡിതന്മാരും പങ്കെടുത്ത് സ്വന്തം ഭാവനാശക്തിക്ക് സ്വതന്ത്ര പ്രകാശനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്നും ഈ ചോദ്യം പിടികിട്ടാത്ത ഒരു രഹസ്യമായി തന്നെ അവശേഷിക്കുന്നു. പല സിദ്ധാന്തങ്ങളും ഉള്ളതിൽ പ്രധാനപ്പെട്ടവ മാത്രം നമുക്ക് പരിശോധിക്കാം. ഉദയമാർത്താണ്ഡൻ കഥ. കലിവർഷം 396 AD 824-825 വേണാട്ട് രാജാവായ ഉദയമാർത്താണ്ഡവർമ്മ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിപ്പാൻ കേരളത്തിലെ പണ്ഡിതന്മാരുടെ ഒരു മഹാസമ്മേളനം കൊല്ലത്ത് വിളിച്ചുകൂട്ടിയെന്നും ജ്യോതിശാസ്ത്രപരമായ പരിചിന്തനങ്ങൾക്കു ശേഷം അക്കൊല്ലം ചിങ്ങമാസം മുതൽ ഒരു പുതിയ അബ്ദം ആരംഭിക്കാൻ തീരുമാനിച്ചെന്നുമുള്ള ഒരു കഥ P. ശങ്കുണ്ണിമേനോൻ പറയുന്നുണ്ട്. ഈ വർഷഗണന കേരളത്തിൽ മുഴുവനും എന്നല്ല, തിരുനെൽവേലി, മധുര തുടങ്ങിയ അയൽ പ്രദേശങ്ങളിലും സ്വീകരിക്കപ്പെടുകയുണ്ടായത്രേ. ഈ സിദ്ധാന്തത്തിന് ഉപോദ്ബലകമായി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു രേഖ ശങ്കുണ്ണിമേനോൻ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആ രേഖയുടെ കാലം കൊല്ലം 1-ാം ആണ്ട് ചിങ്ങം 5-ാം തീയതിയാണ്. കൊല്ലവർഷത്തിൻ്റെ ആഗമനം ഈ വിധത്തിലാണെന്ന് ഏറെ കാലത്തേക്ക് തിരുവിതാംകൂർ ചരിത്രകാരന്മാർ വിശ്വസിച്ചു പോന്നു. എന്നാൽ ഈ സിദ്ധാന്തം പല കാരണങ്ങളാലും അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീട് നടന്ന പഠനങ്ങൾ തെളിയിക്കുകയുണ്ടായി. ശങ്കുണ്ണിമേനോൻ ഉദ്ധരിക്കുന്ന ക്ഷേത്രരേഖ അദ്ദേഹം കരുതിയതുപോലെ കൊല്ലം 1-ാം ആണ്ട് ചിങ്ങം 5-ാം തീയതി എഴുതിയതല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ കാലം കൊല്ലം 801 AD 1625 ചിങ്ങം 5 ആണ്. കൊല്ലം 550 AD 1375 മുൻപുള്ള ഒരു രേഖയും ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലില്ല. കൂടാതെ കൊല്ലവർഷാരംഭത്തിനടുത്ത് ഉദയമാർത്താണ്ഡവർമ്മ എന്ന പേരിൽ ഒരു വേണാട്ട് രാജാവ് ഇല്ലായിരുന്നു താനും. ആ കാലത്ത് അതേ പേരിൽ ഒരു വേണാട്ട് രാജാവ് ഉണ്ടായിരുന്നെന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ തന്നെയും അദ്ദേഹം മഹോദയപുരത്തെ ചേര ചക്രവർത്തിയുടെ സാമന്തനായിരിക്കാനേ വഴിയുള്ളൂ. ആ സാമന്ത രാജാവ് ആരംഭിച്ച വർഷം കേരളത്തിലുടനീളം അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലല്ലോ. ചരിത്രപരമായി പറഞ്ഞാൽ രാജശേഖരവർമ്മൻ്റെ AD 820-844 ഭരണകാലത്താണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്. ഒരു പുതിയ വർഷത്തിൻ്റെ സമാരംഭവുമായി ബന്ധപ്പെടുത്തി രാജശേഖരവർമ്മയുടെ പേര് എങ്ങും പരാമർശിച്ചു കാണുന്നില്ല.
AD 869 രചിക്കപ്പെട്ട ശങ്കരനാരായണീയം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവായ ശങ്കരനാരായണൻ തന്റെ കൃതിയിൽ ഇങ്ങനെ ഒരു വർഷം ആരംഭിച്ചതായി സൂചിപ്പിക്കുന്നേയില്ല. കലിവർഷവും ശകവർഷവുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കൂടാതെ AD 825 ആഘോഷപൂർവകമായ ഒരു രാജകീയ പ്രഖ്യാപനം കൊണ്ട് ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണെങ്കിൽ തുടർന്ന് അതിനടുത്ത കാലത്തുണ്ടായ രേഖകളിലും ശാസനങ്ങളിലും തീർച്ചയായും ആ വർഷം ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ കൊല്ലവർഷം തുടർച്ചയായി ഉപയോഗിക്കുന്നത് AD 12 ശതകം മുതലാണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസനവും 9 ശതകത്തിലേതായി കണ്ടുകിട്ടിയിട്ടില്ല. 10ഉം 11ഉം നൂറ്റാണ്ടുകളിൽ കൊല്ലവർഷം ഉപയോഗിച്ചിട്ടുള്ള ഓരോ രേഖ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ നോക്കിയാൽ കൊല്ലവർഷാഗമത്തിന്റെ വിശദീകരണം എന്ന നിലയിൽ ഉദയമാർത്താണ്ഡൻ കഥ തികച്ചും അവിശ്വസനീയമാണെന്ന് കാണാം. ലോഗന്റെ സിദ്ധാന്തം. കൊല്ലവർഷത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ലോഗൻ സ്വന്തമായ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നു. വർഷാരംഭത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ദക്ഷിണോത്തര ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു മാസത്തെ വ്യത്യാസത്തിന് അദ്ദേഹം ഒരു വിശദീകരണവും നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൊല്ലവർഷം തെക്കൻ കേരളത്തിൽ ചിങ്ങം 1-ാം തീയതിയും വടക്ക് കന്നി 1-ാം തീയതിയും ആരംഭിക്കുന്നത് വേണാടും കോലത്തുനാടും യഥാക്രമം പെരുമാൾ വാഴ്ചയിൽ നിന്ന് ഈ തീയതികളിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ സ്മാരകമായിട്ടാണ്. പിൽക്കാലത്തെ ചരിത്ര ഗവേഷണം ഈ സിദ്ധാന്തത്തെ നിരാകരിക്കുന്നു. 9 തൊട്ട് 12 വരെയുള്ള നൂറ്റാണ്ടുകൾ മഹോദയപുരത്തെ കുലശേഖരന്മാരുടെ ഭരണകാലമാണ്. അക്കാലത്ത് വേണാടും കോലത്തുനാടും സ്വതന്ത്ര രാജ്യങ്ങളുടെ പദവി നേടിയിരുന്നില്ല. കേരളത്തിലെ നാടുവാഴികളുടെ മേൽ കുലശേഖരന്മാർക്കുണ്ടായിരുന്ന മേൽക്കോയ്മ അനേകം ശാസനങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. AD 12-ാം ശതകത്തിന്റെ ആരംഭത്തിൽ കുലശേഖര സാമ്രാജ്യം ശിഥിലമായതിനു ശേഷം മാത്രമാണ് വേണാടും കോലത്തുനാടും മറ്റും സ്വതന്ത്രമാകുന്നത്. ആകയാൽ ഈ നാടുകളുടെ ഭരണാധികാരികൾ സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മാരകമായിട്ടാണ് AD 825 കൊല്ലവർഷം ആരംഭിച്ചത് എന്ന വാദം ചരിത്രപരമായി ശരിയല്ല. ശങ്കരാചാര്യരും അനാചാരങ്ങളും. കേരളോൽപ്പത്തി കഥ മറ്റൊരു സിദ്ധാന്തത്തിന് വക നൽകിയിട്ടുണ്ട്. കേരളോൽപ്പത്തിയുടെ ഒരു മാതൃകയനുസരിച്ച് ശങ്കരാചാര്യർ ബ്രാഹ്മണർക്കിടയിൽ അനാചാരങ്ങൾ, പ്രത്യേക ആചാരങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ സ്മാരകമാണ് കൊല്ലവർഷം. അനാചാരങ്ങളെ നിർണയിക്കുന്ന ശാങ്കരസ്മൃതി സാക്ഷാൽ ശങ്കരാചാര്യരുടേതാണെന്ന തെറ്റിദ്ധാരണയാണ് കേരളോൽപ്പത്തിക്കാരനെ ഈ അഭിപ്രായത്തിലേക്ക് നയിച്ചത്. നമ്പൂതിരി ജന്മിമാരെ കുറിച്ച് പരാമർശമുള്ള ശാങ്കരസ്മൃതി അനന്തരകാലകൃതിയാണെന്നതിൽ സംശയമില്ല. AD 12-ാം ശതകം തൊട്ടാണ് കേരളത്തിലെ നമ്പൂതിരിമാർ ജന്മിമാരാകുന്നത്. ജന്മി സമ്പ്രദായം കേരളത്തിൽ നിലവിൽ വരുന്നതും അക്കാലത്താണ്. ഈ ഒരൊറ്റ തെളിവ് കൊണ്ട് തന്നെ നമ്പൂതിരിമാർ കേരളത്തിലെ പൊതുജീവിതത്തിൽ ഒരു നിർണായക ശക്തിയായി തീരുന്ന 12-ാം ശതകത്തിനു ശേഷമാണ് ശാങ്കരസ്മൃതി രചിക്കപ്പെട്ടതെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ശങ്കരാചാര്യർ അനാചാരങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്ന് ശാങ്കരസ്മൃതി നൽകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെടുന്ന വാദം അംഗീകരിക്കാൻ നിവൃത്തിയില്ല. പോരെങ്കിൽ കാലത്തിന്റെ പൂർവാപര ക്രമവും ഈ സിദ്ധാന്തത്തിനെതിരാണ്. AD 783 മുതൽ 820 വരെയാണ് ശങ്കരാചാര്യരുടെ ജീവിതകാലം. ആ നിലയ്ക്ക് AD 825 അദ്ദേഹം അനാചാരങ്ങൾ ഏർപ്പെടുത്താൻ തരമില്ലല്ലോ. കൊല്ലം തോന്റി. തെക്ക് കുരണക്കേരിക്കൊല്ലവും വടക്ക് പന്തലായിനിക്കൊല്ലവും സ്ഥാപിക്കപ്പെട്ട ദിവസങ്ങൾ തൊട്ടാണ് രണ്ടിടത്തും കൊല്ലവർഷം ആരംഭിക്കപ്പെട്ടതെന്ന് മറ്റൊരു സിദ്ധാന്തമുണ്ട്. ശാസനങ്ങളിൽ കാണുന്ന കൊല്ലം തോന്റി എന്ന പ്രയോഗത്തെ കൊല്ലം നഗരം നിർമ്മിച്ചതിനു ശേഷം എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. കൊല്ലം നഗരം സ്ഥാപിച്ച AD 825 ആരംഭിച്ച വർഷത്തിന് ആ നഗരത്തിന്റെ പേരു നൽകിയെന്നാണ് അവരുടെ വാദം. സംസ്കൃത ഭാഷയിൽ കൊല്ലത്തിന് കോളമ്പം എന്നും കൊല്ലവർഷത്തിന് കോളമ്പവർഷം എന്നും പറയാറുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സിദ്ധാന്തത്തിനും അതിൻ്റെതായ പോരായ്മകൾ ഉണ്ട്. കൊല്ലം തോന്റി എന്നതിന് കൊല്ലം നഗരം നിർമ്മിച്ചതിനു ശേഷം എന്നു തന്നെ അർത്ഥം കൽപ്പിക്കണമെന്നില്ല. വാസ്തവത്തിൽ കൊല്ലവർഷം തുടങ്ങിയെന്നേ അതിനർത്ഥമുള്ളൂ. കൊല്ലവർഷാരംഭത്തിനു മുൻപ് AD 8-ാം ശതകത്തിൽ കൊല്ലം നഗരം ഉണ്ടായിരുന്നു. AD 8-ാം നൂറ്റാണ്ടിൽ വടക്കുനിന്നു വന്ന ബ്രാഹ്മണർ കേരളത്തിലെ പല സ്ഥലങ്ങൾക്കും അവർക്ക് നേരത്തെ സുപരിചിതമായിരുന്ന ദേശങ്ങളുടെ പേര് നൽകിയിരുന്നതായി കരുതാം. കൊല്ലാപുരിയെ പൈത്താൻ അഥവാ കോൽഹാപൂരിനെ അനുകരിച്ച് അവർ കൊല്ലത്തിന് ആ പേര് കൊടുത്തിരിക്കാൻ ഇടയുണ്ട്. കൂടാതെ കുരക്കേണിക്കൊല്ലവും
പന്തലായിനിക്കൊല്ലവും കൊല്ലവർഷം ആരംഭത്തിന് മുൻപ് തന്നെ അതേ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ആകയാൽ AD 825 തുടങ്ങിയ കൊല്ലവർഷം കൊല്ലം നഗരം സ്ഥാപിച്ചതിന്റെ സ്മാരകമാണെന്ന് വിശ്വസിക്കുക യുക്തിസഹമല്ല. റോമാ നഗരത്തിന്റെ സ്മാരകമായി AUC വർഷം ആരംഭിച്ച കാര്യം ഇവിടെ പ്രസക്തമാണ്. റോമാ നഗരം ഒരു മഹാസാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നുവെന്നും കൊല്ലം പോലെ ഒരു ചെറിയ പട്ടണമായിരുന്നില്ലെന്നും നാം ഓർക്കേണ്ടതുണ്ട്. കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ മഹോദയപുരമായിരുന്നു കേരളത്തിന്റെ രാജധാനിയും മുഖ്യനഗരിയും. കൊല്ലമായിരുന്നില്ല. ചേര സാമ്രാജ്യത്തിലെ ഒരു സാമന്തന്റെ ആസ്ഥാനമെന്ന പദവി അന്ന് കൊല്ലത്തിനുണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ഒരു സാമന്ത രാജാവ് കൊല്ലത്ത് ഒരു നഗരം സ്ഥാപിച്ചതിന്റെ ഓർമ്മയ്ക്കായി അഖില കേരള വ്യാപകമായ ഒരു അബ്ദം സ്വന്തമായി ഏർപ്പെടുത്തുക. കേരളത്തിൽ അദ്ദേഹത്തിന് അധികാരമില്ലാത്ത ദേശങ്ങളെന്നല്ല, മധുര, തിരുനെൽവേലി, ശ്രീലങ്ക തുടങ്ങി വെളിയിലുള്ള പ്രദേശങ്ങളിലും അത് സാർവത്രികമായി പ്രചരിക്കുക. മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണിവ. AD 1096 കൊല്ലത്ത് നേരിട്ട നാശത്തെ അടിസ്ഥാനമാക്കി കൊല്ലം അഴിന്ത ആണ്ട് എന്നൊരു പ്രത്യേക സംവത്സരം ആരംഭിക്കുകയുണ്ടായെന്ന ഒരു വാദഗതി കൊല്ലം നഗരത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. കൊല്ലവർഷം തുടങ്ങിയതെന്ന സിദ്ധാന്തത്തിന് ഉപോദ്ബലകമായി ഈയിടെ പൊന്തി വന്നിട്ടുണ്ട്. കൊല്ലം അഴിന്ത ആണ്ട് 227 തുല്യമായ ശകവർഷം 1246 നേമി ഖാൻ മധുര പിടിച്ചടക്കിയതായും അവിടെ ഒരു മുസ്ലിം സൈന്യവിഭാഗത്തെ ഏർപ്പെടുത്തിയതായും പറയുന്ന ബല്ലാളരായന യുദ്ധം എന്ന കന്നഡത്തിലെ ഐതിഹ്യ ഗ്രന്ഥമാണ് ഈ വാദഗതിക്ക് പ്രമാണം. കുലോത്തുംഗ ചോളൻ തന്റെ സേനാനായകനായ നരലോകവീരൻ കൊല്ലം നഗരം നശിപ്പിച്ച സുപ്രധാന സംഭവത്തിന്റെ സ്മരണയ്ക്കായി AD 1096 ഒരു പുതിയ വർഷം ആരംഭിച്ചതായി തോന്നുന്നു എന്നൊരഭിപ്രായം ഉപരി പരിഗണനയ്ക്ക് വേണ്ടി പ്രൊഫസർ വെങ്കിടരമണയ്യ മേൽപ്പറഞ്ഞ ഐതിഹ്യത്തെ ആസ്പദമാക്കി പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ അഭ്യൂഹത്തെ ശങ്കു അയ്യരും KV കൃഷ്ണയ്യരും അനുകൂലിക്കുന്നു. കൃഷ്ണയ്യർ പറയുന്നു, ആകെ കൂടി ഇങ്ങനെയൊരു പരാമർശമേ ഉള്ളൂവെന്നിരിക്കലും ഈ വിഷയത്തെ അധികരിച്ചുള്ള എല്ലാ വാദപ്രതിവാദങ്ങളെയും അവസാനിപ്പിക്കാൻ പോന്ന സുപ്രധാനമായ ഒരു തെളിവാണിത്. കൊല്ലം അഴിഞ്ഞ, അതായത് നശിച്ച കാലം തൊട്ടാണ് കൊല്ലം അഴിന്ത ആണ്ട് ആരംഭിക്കുന്നതെങ്കിൽ കൊല്ലം തോന്റിയ, അതായത് തുടങ്ങിയ ആണ്ട് കൊല്ലം നഗരത്തിന്റെ ആവിർഭാവം തൊട്ടായിരിക്കണമല്ലോ ആരംഭിക്കുക. ദക്ഷിണ കേരളത്തിലെ ആയി രാജാവ് പാണ്ഡ്യരാജാവായ ശ്രീമാറ ശ്രീവല്ലഭനാൽ 815-862 തുടർച്ചയായി തോൽപ്പിക്കപ്പെട്ടപ്പോൾ സ്വന്തം ആസ്ഥാനമായ വിഴിഞ്ഞത്തുനിന്ന് ഓടിപ്പോയി ശത്രുവിൽ നിന്ന് വളരെ ദൂരെ കൊല്ലം നഗരം സ്ഥാപിക്കുകയും അതിന്റെ ഓർമ്മയ്ക്കായി AD 825 കൊല്ലവർഷം ആരംഭിക്കുകയും ചെയ്തു എന്ന് പുതുമയുള്ള ഒരു സിദ്ധാന്തവും കൃഷ്ണയ്യർ അവതരിപ്പിക്കുന്നു. ഈ വാദം വിശ്വാസ്യമെന്നതിനേക്കാൾ സാങ്കല്പികമാണ്. ഇവിടെ പറയുന്ന വിഴിഞ്ഞത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള ആയി രാജാവിന്റെ പാലായനത്തെ ചരിത്രപരമായ തെളിവുകൾ അനുകൂലിക്കുകയല്ല, നേരെ മറിച്ച് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. AD 10-ാം ശതകത്തിന്റെ ആദ്യ പാദം വരെ വിഴിഞ്ഞം തന്നെയായിരുന്നു ആയി രാജാക്കന്മാരുടെ ആസ്ഥാനം എന്നതിന് ആയി രാജ്യരേഖകൾ തെളിവാണ്. കൊല്ലം അഴിന്ത ആണ്ട് എന്ന പരാമർശം കൊല്ലവർഷ ആരംഭത്തെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന പ്രസ്താവം വിചിത്രം തന്നെ. കേരളോൽപ്പത്തി പോലുള്ള ഒരു ഐതിഹ്യ ഗ്രന്ഥമാണ് ബല്ലാള രായന യുദ്ധം. അതിൻ്റെ ചരിത്രമൂല്യം സംശയിതവ്യമാണ്. അതിലല്ലാതെ മറ്റെങ്ങും ഇങ്ങനെയൊരു പരാമർശമില്ലെന്നുള്ളതു തന്നെ കൊല്ലവർഷാഗമത്തെക്കുറിച്ചുണ്ടാകാവുന്ന ഒരു വിശദീകരണമെന്ന നിലയിൽ പോലും ആയത് സ്വീകരിക്കാൻ സ്വയം പ്രതിബദ്ധമായി നിൽക്കെ എങ്ങനെയാണാവോ അത് ആ വിഷയത്തെ സംബന്ധിച്ച അവസാന വാക്കാവുക. ഏതായാലും കൊല്ലത്തിൻ്റെ നാശത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പുതിയ സംവത്സരം ആരംഭിച്ചു എന്ന വാദം അംഗീകരിച്ചാൽ തന്നെയും ആ നഗരം സ്ഥാപിച്ചതിൻ്റെ സ്മാരകമായിട്ടാണ് കൊല്ലവർഷം ആവിർഭവിച്ചത് എന്ന വാദത്തിന് അത് സാധകമല്ല തന്നെ. മറ്റ് സിദ്ധാന്തങ്ങൾ. ചേര സാമ്രാജ്യം പലതായി വിഭജിച്ചതിൻ്റെയും ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയതിൻ്റെയും ഓർമ്മയ്ക്കാണ് AD 825 കൊല്ലവർഷം ആരംഭിച്ചത് എന്നൊരു ചിന്താഗതിയുണ്ട്. പെരുമാൾ കഥ വെറുമൊരു കെട്ടുകഥയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ആകയാൽ ആ കഥയെ പ്രമാണമാക്കുന്ന ഏത് സിദ്ധാന്തത്തെയും കൈയോടെ തള്ളിക്കളയാവുന്നതാണ്.
ഈ സിദ്ധാന്തത്തിൽ മറ്റൊരു യുക്തിഭംഗമുണ്ട്. രാജ്യം പലതായി പങ്കുവയ്ക്കപ്പെട്ട് അതിൻ്റെ ഐക്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടപ്പോഴാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അംഗീകാര്യമായ ഒരു പൊതുവർഷം ആരംഭിച്ചത് എന്ന് കരുതുക യുക്തിക്ക് ചേർന്നതല്ല. AD 825 ക്രിസ്ത്യൻ സമുദായം കൊല്ലത്ത് സ്ഥിരവാസമുറപ്പിച്ചതിൽ നിന്നാണ് കൊല്ലവർഷത്തിൻ്റെ ഉൽപ്പത്തിയെന്ന് മറ്റൊരഭിപ്രായമുണ്ട്. കൊല്ലത്ത് വന്ന ക്രിസ്ത്യൻ വ്യാപാരികൾ തങ്ങൾ ആ നഗരത്തിൽ സ്ഥിരസങ്കേതം സ്ഥാപിച്ച നാളുകളുമായി ബന്ധപ്പെടുത്തി തീയതി കണക്കാക്കുകയും അതിൽ നിന്ന് ഒരു പുതിയ വർഷം തുടങ്ങുകയും ചെയ്തു എന്നാണ് ഈ വാദത്തിൻ്റെ ചുരുക്കം. തുടർന്ന് കേരളത്തിലെങ്ങുമുള്ള ജനങ്ങൾ ഭരണാധികാരികളുടെ നിർദ്ദേശമനുസരിച്ചോ പ്രയോജനകരമെന്ന് തന്നെത്താൻ നനച്ചോ ഈ പുതിയ വർഷം സ്വീകരിക്കുകയുണ്ടായത്രേ. പുതിയ വർഷം തെക്കൻ കൊല്ലത്തും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾക്കിടയിലാണ് ആദ്യം പ്രചരിച്ചതെന്നും ഈ വാർത്ത കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലെത്താൻ ഒരു മാസം വേണ്ടി വന്നെന്നുമാണ് വർഷാരംഭത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ദക്ഷിണോത്തര ഭാഗങ്ങളിൽ കാണുന്ന വ്യത്യാസത്തിന് ഒരു വിശദീകരണമായി ഈ വാദക്കാർ പറയുന്നത്. ക്രിസ്ത്യൻ കച്ചവടക്കാർ കൊല്ലത്ത് സ്ഥിരവാസമാക്കിയിരിക്കാം. പക്ഷേ കേരളത്തിലെങ്ങുമുള്ള ക്രൈസ്തവേതര ജനങ്ങളേവരും ഒരു പുതിയ വർഷം സ്വീകരിക്കാൻ പ്രേരകമായ ഒരു മഹാസംഭവമായി അതിനെ കണക്കാക്കാൻ നിവൃത്തിയില്ല. ഏറിപ്പോയാൽ കൊല്ലത്തെ ക്രിസ്ത്യൻ വർത്തകരും അവരുടെ സമ്പർക്കം പ്രയോജനകരമായി അനുഭവപ്പെട്ട മറ്റുള്ളവരും ഈ വർഷഗണന സ്വീകരിച്ചുവെന്ന് വരാം. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങളും അതേ കാരണം കൊണ്ട് അത് അപ്പടി അംഗീകരിച്ചു എന്ന് പറയുക വിശ്വസനീയമല്ല. കേരളീയ ജനതയുടെ ദേശീയാഘോഷമായ ഓണത്തിൻ്റെ സ്മാരകമായാണ് കൊല്ലവർഷം എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. ഈ വാദത്തിനുമുണ്ട് സാരമായ ന്യൂനതകൾ. സംഘകാലത്ത് പോലും ഓണം കേരളത്തിലും ദക്ഷിണേന്ത്യയിലെ ഇതര ഭാഗങ്ങളിലും ദേശീയാഘോഷമായി കൊണ്ടാടിയിരുന്നു. ആകയാൽ വളരെ വൈകിയിട്ട് AD 825 ഈ പ്രാചീന ദേശീയോത്സവത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു പുതിയ വർഷം ഏർപ്പെടുത്തേണ്ടി വന്നു എന്ന് കരുതാൻ തരമില്ല. കൊല്ലത്ത് ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചതിൽ നിന്നാണ് കൊല്ലവർഷത്തിൻ്റെ ആരംഭം എന്ന് ഡോക്ടർ ഗുണ്ടർട്ട് പറയുന്നു. ഈ വർഷത്തിൻ്റെ ഉത്ഭവം പ്രാദേശികവും മതപരവുമാകയാൽ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഏറെക്കാലത്തേക്ക് സ്വീകരിക്കുകയുണ്ടായില്ലെന്നും എന്നാൽ കാലക്രമേണ കൊല്ലത്തിൻ്റെ വാണിജ്യപരവും രാഷ്ട്രീയവുമായ പ്രാധാന്യം വർദ്ധിച്ചു വന്നപ്പോൾ കേരളക്കരയിൽ മുഴുവൻ വാണിജ്യബന്ധമുണ്ടായിരുന്ന വ്യാപാരികൾ ഈ പുതിയ വർഷം രാജ്യമെങ്ങും പ്രചരിപ്പിക്കുകയുണ്ടായെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ വാദവും അംഗീകാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ വമ്പിച്ച ദേശീയ പ്രാധാന്യമുള്ള മഹത്തരമായ സംഭവ വികാസങ്ങളല്ലാതെ ക്ഷേത്ര നിർമ്മാണം പോലുള്ള സാധാരണമായ ഒരേർപ്പാട് ഒരു പുതിയ വർഷഗണനാ സമ്പ്രദായത്തിന് പ്രേരകമാവുക അസാധ്യമാണ്. പരിഷ്കരിച്ച സപ്തർഷി വർഷം. സപ്തർഷി വർഷത്തിൻ്റെ അഥവാ ശാസ്ത്ര സംവത്സരത്തിൻ്റെ ഒരു പരിഷ്കൃത രൂപമായിരിക്കാം കൊല്ലവർഷം എന്ന പ്രൊഫസർ സുന്ദരം പിള്ളയുടെ അഭിപ്രായം ശ്രദ്ധാർഹമാണ്. അൽബറൂണിയുടെ 973-1048 കുറിപ്പുകളിലും കൽഹണൻ്റെ 1150 രാജതരംഗിണിയിലും പുരാണങ്ങളിലും ഈ വർഷത്തെക്കുറിച്ച് പറഞ്ഞു കാണുന്നു. കശ്മീരിലും മുൾട്ടാണിലും സൗരാഷ്ട്രത്തിലും മധ്യോത്തര ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും ഒരു കാലത്ത് സപ്തർഷി വർഷം പ്രചരിച്ചിരുന്നു. ലൗകിക വർഷം എന്നുകൂടി പേരുള്ള സപ്തർഷി വർഷത്തിൻ്റെ പ്രത്യേകത 100 വർഷം കൊണ്ട് ഒരാവൃത്തി പൂർത്തിയാവുകയും വീണ്ടും 1 എന്ന് അടുത്ത ആവൃത്തി ആരംഭിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ആദ്യത്തെ ആവൃത്തി BC 76 ആരംഭിച്ചത്. സപ്തർഷി വർഷം കേരളത്തിൽ കൊണ്ടുവന്നത് ആര്യന്മാരായിരുന്നിരിക്കണം. നമ്പൂതിരി ബ്രാഹ്മണർ കൊല്ലത്ത് വന്നപ്പോൾ സപ്തർഷി വർഷത്തിൻ്റെ 9ാമത്തെ ആവൃത്തി പൂർത്തിയാവുകയും 10ാമത്തെ ആവൃത്തി AD 825 ചൈത്രമാസം 1-ാം തീയതി തുടങ്ങുകയും ചെയ്യുകയാൽ ആ ഒടുവിലത്തെ ആവൃത്തി കൊല്ലം നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരിക്കാൻ ഇടയുണ്ട്. ഓരോ 100 വർഷം കഴിയുമ്പോഴും പുനരാരംഭിക്കുക സപ്തവർഷി വർഷത്തിൻ്റെ സവിശേഷത കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കപ്പെടുകയും പ്രാദേശികോപയോഗത്തിനു വേണ്ടി ചില ഭേദഗതികൾ വരുത്തുകയും ചെയ്തിട്ടുണ്ടാവണം. പ്രൊഫസർ സുന്ദരംപിള്ളയുടെ വാക്കുകളിൽ പറഞ്ഞാൽ കൊല്ലവർഷം 99-ാം ആണ്ട് ജീവിച്ചിരുന്ന കേരളീയർ അക്കാലത്തെ പഞ്ചാംഗ രചയിതാക്കളുടെ മനസ്സിൽ അവശേഷിച്ചിരുന്ന ജ്യോതിശാസ്ത്ര സ്മൃതികളുടെ കാര്യം എന്തായിരുന്നാലും അടുത്ത വർഷം ശൂന്യവർഷമായി പരിഗണിക്കാതെ 100-ാം ആണ്ടായി കണക്കാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നത് കടന്ന കൈയാവുകയില്ല. യഥാർത്ഥത്തിൽ അതിനേക്കാൾ സ്വാഭാവികമായി മറ്റൊരു തരത്തിൽ സംഭവിക്കാൻ ഇടയില്ലായിരുന്നു താനും. ഈ രീതിയിൽ കണക്കാക്കാൻ ഒരിക്കൽ അനുവദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് നമുക്കുള്ളതുപോലെ തന്നെ സ്വതന്ത്രമായ ഒരു വർഷഗണനാ സമ്പ്രദായം അനിവാര്യമാണ്.
പ്രൊഫസർ സുന്ദരംപിള്ളയുടെ സിദ്ധാന്തത്തിൽ തീർച്ചയായും അംഗീകാര്യമായി വളരെ കാര്യങ്ങളുള്ളതായി KP പത്മനാഭ മേനോൻ വിചാരിക്കുന്നു. മറ്റ് ഏത് അഭിപ്രായത്തെക്കാളും സ്വീകാര്യമാണ് പ്രൊഫസർ സുന്ദരംപിള്ളയുടേതെന്ന് പ്രൊഫസർ ഇളംകുളം PN കുഞ്ഞൻപിള്ളയും സമ്മതിക്കുന്നുണ്ട്. AD 12-ാം ശതകത്തിന് ശേഷം മാത്രമാണ് ശാസനങ്ങളിലും മറ്റ് രേഖകളിലും കൊല്ലവർഷം തുടർച്ചയായി ഉപയോഗിച്ച് കാണുന്നത് എന്ന വസ്തുത സപ്തർഷി വർഷത്തിന്റെ 10ാമത്തെ ആവൃത്തിയുടെ തുടർച്ചയാണ് കൊല്ലവർഷം എന്ന വാദത്തിന് ഉറപ്പു നൽകുന്നു. പുതിയ മാറ്റവുമായി സമരസപ്പെടാൻ ജനങ്ങൾക്ക് കുറേ സമയം വേണ്ടിവരിക സ്വാഭാവികമാണല്ലോ. കൊല്ലത്ത് വന്ന നമ്പൂതിരിമാർ പ്രാദേശിക ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുമാറ് പരിഷ്കരിച്ച സപ്തർഷി വർഷമാണ് കൊല്ലവർഷം എന്ന സിദ്ധാന്തം പല കാരണങ്ങളാലും ഉപപന്നമാണ്. ഈ സിദ്ധാന്തം അക്കാലത്തെ ശാസ്ത്രതത്വങ്ങളിൽ അധിഷ്ഠിതമാണെന്നതിന് പുറമെ കൊല്ലം നഗരമായി ബന്ധപ്പെട്ടതാണ്. കൊല്ലവർഷം എന്ന ജനവിശ്വാസവുമായി ഇണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഈ പ്രശ്നത്തിൽ പുതിയ വെളിച്ചം വീശുകയും രഹസ്യം പിടികിട്ടുകയും ചെയ്യുന്നതുവരെ നാം ഈ സിദ്ധാന്തം തൽക്കാലം അംഗീകരിക്കുക. പല വിധത്തിലും വിശ്വാസയോഗ്യമാണെങ്കിലും കൊല്ലവർഷം തെക്ക് ചിങ്ങം 1-ാം തീയതിയും വടക്ക് കന്നി 1-ാം തീയതിയും ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ സപ്തർഷി വർഷത്തിന്റെ പരമ്പരാഗതമായ ഗണനാ സമ്പ്രദായം ഉപേക്ഷിച്ച് പുതിയ രീതി കൈക്കൊണ്ടതിന്റെ കാരണം എന്താണെന്നോ ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ വർഷാരംഭത്തിൽ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം സപ്തർഷി വർഷത്തിന്റെ പുതിയ ആവൃത്തി ആരംഭിക്കുന്നത് ചിങ്ങം 1-ാം തീയതിയാണോ കന്നി 1-ാം തീയതിയാണോ എന്ന പ്രശ്നത്തിൽ ഇരുഭാഗങ്ങളിലെയും ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയും പഞ്ചാംഗ ഗണിതക്കാരുടെയും ഇടയിൽ നിലവിലിരുന്ന സത്യസന്ധമായ ഒരഭിപ്രായ വ്യത്യാസത്തിന്റെ സുവ്യക്ത പ്രകാശനമാണ് എന്ന് അനുമാനിക്കുക തെറ്റാവുകയില്ല. ഇക്കാര്യത്തിൽ വിയോജിക്കുക എന്നതിൽ യോജിച്ചുകൊണ്ട് തെക്കർ ചിങ്ങം 1-ാം തീയതിയും വടക്കർ കന്നി 1-ാം തീയതിയും വർഷാരംഭം കണക്കാക്കി. ആധുനിക കാലത്തും ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ സാധാരണമാണെന്നും ആകയാൽ 11 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ വിധം ഒരു മതഭേദം നിലവിലിരുന്നത് അത്ഭുതകരമോ അസ്വാഭാവികമോ അല്ലെന്നും ഇവിടെ വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ.